വന്ദനം. പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ദിവസം പറഞ്ഞു, അതെ, ഇന്ന് 2024 ഓഗസ്റ്റ് 29 വ്യാഴം. അപ്പൊ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ജോസിൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ? ഇന്ന് എല്ലാ പത്രത്തിലും ഒരേ ഒരു പ്രധാന വാർത്തയല്ല എടുത്തു നിൽക്കുന്നത് പാലക്കാട് സ്മാർട്ട് ആകാൻ പോവാണ്. ഓക്കെ, മനസ്സിലായില്ലല്ലേ? അതെന്താണത്? അതായത് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ 3806 കോടിയുടെ വ്യവസായ നഗരമാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അപ്പൊ മെയിൻ വരുന്നത് നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ളത് പോലെ IT പാർക്ക് പോലെ, ഇൻഫോ പാർക്ക് പോലെ, അല്ലെങ്കിൽ ടെക്നോ പാർക്ക് പോലെ പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയിരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഭൂമിയും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1710 ഏക്കർ സ്ഥലത്തിന് വേണ്ടി അത്ര തന്നെ രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. 3806 കോടി നമ്മൾ മുടക്കുവാണെങ്കിൽ അതിനകത്ത് പ്രതീക്ഷിക്കുന്നത് 8729 കോടിയോളം നിക്ഷേപം നമുക്ക് കിട്ടുന്നതാണ്. അതിനൊപ്പം തന്നെ 51,000 തൊഴിലവസരങ്ങൾ വ്യവസായ നഗരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തൊഴിൽ ക്ഷാമത്തിനൊക്കെ ഒരു പരിധി വരെയെങ്കിലും പരിഹാരം കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇപ്പോഴാണെങ്കിൽ വളരെയധികം ആളുകള് ഇപ്പൊ തൊഴിലില്ലായ്മ എന്നൊരു ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മൈഗ്രേറ്റ് ചെയ്ത് ചെല്ലുന്ന സ്ഥലങ്ങളിലും അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള IT സ്മാർട്ട് പദ്ധതികളൊക്കെ വന്ന് എല്ലാവർക്കും ജോലി കിട്ടി കേരളത്തിൽ തന്നെ കുതിക്കും കേരളം. അതെ, കുതിക്കും കേരളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മലബാർ ഏരിയ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിട്ട് നമ്മുടെ കേരള സർക്കാർ വന്നു. ഇപ്പൊ പാലക്കാട് വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വന്നു. എന്താണെങ്കിലും സർക്കാരിന്റെ ഒരു കഴിവ് എത്രത്തോളം ഇതിനകത്ത് ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കാം. സ്റ്റാർട്ടിങ് മാത്രം കേരളം ഇച്ചിരി ഡെവലപ്പ് ആവട്ടെ. അപ്പം സ്മാർട്ട് സിറ്റിക്ക് ഒരുങ്ങുന്ന, അതായത് ഓണസമ്മാനമായിട്ടാണ് കണക്കാക്കുന്നത്. ഓണസമ്മാനമായിട്ട് കേരളത്തിലൊരു സ്മാർട്ട് സിറ്റി എന്നിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രധാന വാർത്തയാണ്. അതേപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ വാർത്തയായി കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുണ്ടായിട്ടുള്ള കോലാഹലങ്ങളുമാണ്. അപ്പൊ കുപ്പി തുറന്നൊരു ഭൂതം പുറത്തു വന്ന പോലെയാണ്. സർവവും നശിപ്പിച്ചു. ഇന്നലെയുള്ള പത്രങ്ങളെല്ലാം ഫുൾ പേജിലായിരുന്നു. ഇത്തവണ എല്ലാം കുറഞ്ഞപ്പോ ഒരു ചിരിയൊക്കെ ഉള്ളൂ. അതെ, കാരണം ഞെട്ടി ഇപ്പം എന്താണ് എക്സ്പ്ലോർ. അതെ. അപ്പം ഇന്നത്തെ ഹേമ കമ്മിറ്റിയായിട്ടുള്ള പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എന്താണെങ്കിൽ, മുകേഷിനെതിരെ ഇപ്പോ കേസ് എടുക്കാൻ പോവുകയാണ്. പലപ്പോഴും പറയുന്നത് ഇപ്പോൾ കേസ് രേഖപ്പെടുത്തുന്ന പല ആളുകൾക്കും ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസുകൾ വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പം അതിക്രമിച്ചു കയറി എന്നടക്കമുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു രീതിയിലാണ് കേസ് വരുന്നത്. അപ്പൊ അത് വലിയൊരു അപ്ഡേറ്റ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് സിദ്ദിഖിനെതിരെ കേസ്. അതും പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ്. അതിനുവേണ്ടി മാത്രം പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ കേസ് കൊടുത്താൽ നടപടി എടുക്കും. സംശയമായിരുന്നു നമുക്ക്. അതെ. അപ്പൊ അതിനകത്ത് പറയുന്നത് 16ഓളം പേരാണ് രഹസ്യമായി, അതായത് ഒരു സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ പുറത്ത് വരാതെ വളരെ രഹസ്യമായി ഇത്തരത്തിൽ പൂങ്കുഴലിയുടെയും അതേപോലെ തന്നെ അജിത ബീഗത്തിന്റെ ഒക്കെ എടുത്തു പോയിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെല്ലാം മൊഴിയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വളരെ ഒരു വലിയ വാർത്തയാണ്. അതിന്റെ ഒപ്പം തന്നെ പിന്നെ സിനിമാ മേഖലയിൽ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് സിനിമ 2 പേരിൽ യുവാക്കളധികം ഇപ്പം സംവിധായകർക്കെതിരെ ഒരു പ്രധാനമായിട്ടും രഞ്ജിത്തിനെതിരെ വീണ്ടും ഒരു പരാതിയായിട്ട്. ഇതിനു മുൻപ് ഇതേപോലെ തന്നെ വേറൊരു പേര് പരാമർശിക്കാം. നമ്മൾ ഇന്നലെ തന്നെ വാർത്തയിൽ പറഞ്ഞു, ഒരു സാരംഗ് അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ അവരോട് സെക്ഷൽ ഫേവർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് രഞ്ജിത്തിന് അദ്ദേഹം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹം ചെയ്തില്ല. പക്ഷെ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്ന രീതിയിലാണ്. ഒരു സിനിമയിൽ അവസരം നൽകുമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. രഞ്ജിത്തിനെതിരെ പരാതിയുമായി യുവാവ്.
പീഡിപ്പിച്ചു എന്നും എക്സാക്ട്ലി പറയുന്നുണ്ട്. അതെ, അയാളുടെ കൊടുത്ത ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നമുക്കത് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, അയ്യോ ഇങ്ങനെയൊക്കെ എല്ലാ മനുഷ്യർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നല്ലോ എന്ന് തോന്നുന്ന വിഷയങ്ങളാണ്. അത് ചിലപ്പോൾ പോക്സോയുടെ അണ്ടറിൽ വരാം, കാരണം അയാൾക്ക് അന്ന് പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു ടോക്കും വരുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ടിന്റെ കീഴിലായിരിക്കാം മേ ബി വരാൻ പോകുന്നത്. അപ്പം അതൊരു അപ്ഡേറ്റ് കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോ നമ്മളിപ്പോ ഇതിങ്ങനെ കേൾക്കുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല, പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ കൂടി നമ്മൾ അതേപോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തോട് തന്നെയാണ് ഇത് കൂട്ടി യോജിപ്പിക്കേണ്ടത്. ഇത് സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, പുരുഷന്റെ മാത്രം പ്രശ്നമല്ല, സിനിമ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും എവിടെയൊക്കെ അനുഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളാണെന്നുള്ള കാര്യമാണ് അതിനകത്ത് വരുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ എന്നും പറയുന്നത് തന്നെയാണ്, രഞ്ജിത്ത് സാറിനൊക്കെ എതിരെ ഇത്രയും വലിയൊരു അലിഗേഷൻ വരിക എന്ന് പറയുന്നത് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. നമുക്കും അതൊരു മാനസിക വ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത്തരത്തിൽ ശക്തമായ നിലപാടുകളുമായ ആളുകൾ മുൻപോട്ട് വരിക എന്ന് പറയുന്നത് അവർ അനുഭവിച്ചൊരു വേദനയുടെ ഒരു കാര്യമായിരിക്കും. അതെ അതിലെ പയ്യൻ പറയുന്നുണ്ട്, ഇങ്ങനെ അവസരം ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞ് വന്നു കഴിയുമ്പോൾ നേക്കിഡായി ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ മിററിന്റെ മുമ്പിൽ നിൽക്കൂ, കണ്ണങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കൂടുതൽ പുരുഷന്മാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി പുറത്തോട്ട് വരാത്തൊരു സോഷ്യൽ സ്റ്റിഗ്മ കൊണ്ടൊക്കെ ആയിരിക്കും. കാരണം എന്ത് പറയും, നമ്മുടെ സൊസൈറ്റി തന്നെയാണെങ്കിലും പല പേരുകളിട്ട് അവരെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ നിനക്കതൊരു തമാശയായിട്ടാണ് പലപ്പോഴും നമ്മുടെ അവരന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പുള്ളിക്ക് ഒരുപാട് ട്രോള് വന്നേനെ. അതെ പറഞ്ഞ ആൾക്ക് വന്നേനെ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന്റെ കൂടി ഒരു റിസൾട്ട് ആയിരിക്കാം അത് അങ്ങനെ വരുന്നത്. അതെ എനിക്ക് തോന്നുന്നു ഇത് എപ്പോഴും പറയുന്ന പോലെ, എല്ലാ ആളുകളും പറയുന്ന പോലെ ഇത് ആരെയും വ്യക്തിഹത്യ ചെയ്യാനല്ല. ആളുകൾ ഇത് പറയുമ്പോൾ അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെളിയിക്കുക എന്നുള്ളൊരു കാര്യം ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നലത്തെ, അതായത് ഇപ്പം കുറെ ദിവസങ്ങളായി നമ്മളെ വിഷമത്തിലും ഞെട്ടിക്കുന്ന വാർത്തകൾക്കിടയിൽ വീണ്ടും ഒരു പുരുഷ പീഡനത്തിന്റെ ഒരു കേസ് കൂടി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അതും ഒരു സംവിധായകനെതിരെ, നടനെതിരെ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന ഇടത് സഹയാത്രികനെതിരെ ഇത്തരത്തിലൊരു ഹീനമായിട്ടുള്ള, ഹീനം എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല, അത്ര ഒരു ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോ അവര് വാർത്ത പുള്ളി കൊടുത്തത് ഞാൻ ഇനി കേസ് കൊടുക്കുമ്പോ കൂടുതൽ പറയാന്ന് പറഞ്ഞത്. ഇത് ഇച്ചിരി ഉള്ളെന്നാണ് അന്ന് പറഞ്ഞത്, ഇപ്പൊ മുമ്പേ പറഞ്ഞത് കുറച്ചേ ഉള്ളെന്ന്, അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞു. കേസ് കൊടുത്തു കഴിയുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന്. അത് ആ കേസ് കൊടുത്ത ആള് വർഷങ്ങൾ മുമ്പ് കുഞ്ഞായിരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു അബ്യൂസ് വരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്തപ്പോൾ ആലോചിക്കുന്ന കാര്യം, ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന സാധനം വിട്ടുപോകുന്നൊരു കാര്യമല്ല. നമ്മുടെ കുഞ്ഞിലുണ്ടായ, നമ്മൾ പറയും ഭയങ്കര ഈസിയാണ്, നമ്മൾ തമാശക്കൊക്കെ പറയുന്നെങ്കിലും ഈ അബ്യൂസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാഡ് ടച്ച് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ആവശ്യകതയായിട്ട് പറയുന്ന ഒരു കാര്യം. ഇതൊക്കെ മറന്നു പോകുന്നില്ല. ഇപ്പം രേവതി സമ്പത്ത് തന്നെ പറഞ്ഞാൽ വളരെ കുഞ്ഞു പ്രായത്തിൽ അവർക്കുണ്ടായ ട്രോമയുടെ വലിയ നീണ്ട പ്രത്യാഘാതങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ പടവെട്ടിലെ സംവിധായകനെതിരെ പറഞ്ഞ ആ യുവതിയുടെ കുറിപ്പൊക്കെ നമ്മൾ വായിച്ചാണ്. അവർ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, വ്യതകൾ, ഈ പറഞ്ഞിരിക്കുന്ന ആള് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് വളരെ വലിയ സമ്മർദ്ദമാണ്. അപ്പം കഴിഞ്ഞ ദിവസം അനാർക്കലി മരക്കാരുടെ അമ്മയുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല കേൾക്കുന്നവർക്ക് അതൊരു ട്രോമയാണ്. അനാർക്കലി ഇത്തരത്തിലുള്ള റേപ്പ് ജോക്ക് കേട്ട് വീട്ടിൽ വന്നിട്ട് അനാർക്കലി കരഞ്ഞെന്നൊക്കെ അമ്മ അവരുടെ ഇന്റർവ്യൂ പറയുന്നുണ്ട്. അപ്പം എല്ലാ ആളുകളെയും ട്രോമയിലാക്കുന്ന, അല്ലെങ്കിൽ അത്രമാത്രം സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വേദനയുടെ അല്ല, ഇത് ഇപ്പോഴത്തെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി വന്നിട്ടുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെയുള്ള കേസ് എടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. മുകേഷിനെതിരെ നമ്മൾ ആദ്യം പറഞ്ഞു, മുകേഷിനെതിരെ, അദ്ദേഹത്തിനെതിരെ എനിക്ക് തോന്നുന്നു ഒന്നിലധികം ആരോപണങ്ങളും പരാതികളുമാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നത്, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി നമ്മൾ പറയണല്ലോ. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, പൈസ ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ ശ്രമം ഞാൻ അംഗീകരിക്കാത്തതിനെ തുടർന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതുപോലെ പറഞ്ഞു വെക്കുന്നത്. അപ്പം
അപ്പൊ അതൊരു കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ ഇപ്പം അമ്മ മാത്രമല്ല പ്രതിസന്ധിയിലായിരിക്കുന്നത്, ഫെഫ്കയും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഫെഫ്കയുടെ പ്രധാനിയായിട്ടുള്ള നേതാവായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണനെ എല്ലാരും മാറ്റണം എന്നല്ല പറഞ്ഞത്, ഒഴിവാക്കണം. അതെ, സിനിമ നയ രൂപവൽക്കരണ സമിതിയിൽ നിന്ന് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണം എന്ന് വിനയൻ ആഷിക്കബു അടക്കമുള്ള ആളുകൾ അത്തരത്തിലൊരു പരാതിയുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? മെയിൻ ആയിട്ടും ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ അദ്ദേഹം അതായത് അവസരങ്ങൾ നിഷേധിച്ചു എന്ന പേരിൽ നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ണികൃഷ്ണൻ പിഴ ചുമത്തിയ ആളാണ്. അതായത് സിനിമയിൽ അവസരങ്ങൾ ആളുകൾക്ക് നിഷേധിച്ചു. അതായത് സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകളുടെ ആ ആഗ്രഹം വിനയനടക്കം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് വിനയൻ പറയുന്നത്. അതെ, വിനയൻ സാറൊക്കെ സ്ട്രഗിൾ ചെയ്തതൊക്കെ നമ്മൾ കണ്ട ആളുകളാണ്. അപ്പം ആ രീതിയിൽ പറയുമ്പോൾ പ്രതികാര ബുദ്ധിയോടെ അതാണ് അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്. പ്രതികാര ബുദ്ധിയോടെ തൊഴിലവസരങ്ങൾ നിഷേധിച്ചു എന്ന കേസിൽ കോമ്പറ്റീഷൻ കമ്മീഷന്റെ മുമ്പിൽ നിന്ന് പിഴ ഈടാക്കിയ ഒരാള് വീണ്ടും ആ സ്ഥാനത്ത് സിനിമാ നയരൂപീകരണത്തിന്റെ ഒരു സമിതിയിൽ ഇരിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ജോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ഇപ്പൊ കിട്ടിയ പ്രധാന വാർത്ത, നടിയുടെ പരാതി, ഇടവേള ബാബുവിനെതിരെ കേസ്, പിന്നെ മണിയൻ പിള്ള രാജുവിനെതിരെ കേസെടുത്തു. അല്ല, ഈ പറയുന്ന പോലെ തന്നെ ആരും ഭയപ്പെടണം. തെറ്റില്ലാത്തവർ എന്തായാലും അഗ്നിശുക്തി വരുത്തി പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ ആർക്കും എന്ത് അക്യൂസിഷനും പറയാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക പട്ടണമൊന്നുമല്ല നമ്മുടെ രാജ്യം. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പം ഈ പറയുന്ന പോലെ തന്നെ ആഷിക്കബുവും വിനയനുമാണ് ഈ രീതിയിലൊരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ മാത്രമല്ല ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നമുള്ളത്, ഈ ഫെഫ്കയിലും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ഫെഫ്കയും ഇത്തരത്തിൽ ഒഴിവാകണം അല്ലെങ്കിൽ മാറണം എന്നാണ് പറയുന്നത്. മാറ്റ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമൊക്കെ തകരുന്നതും തളർത്തുന്നതും ഒക്കെ കണ്ടിരുന്ന ആളുകളാവുന്നത് കൊണ്ട് തന്നെ അതെ, അപ്പൊ അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് പറയാം. പിന്നെ സിദ്ദീഖിന്റെ പേരിൽ ബലാത്സംഗ കേസെടുത്തു. അതെ, ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നൊക്കെയാണ് നടിമാരുടെ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ അതില് ശരിയാണോ എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്ത്രീ അമ്മയിൽ എന്തോ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെ വിളിച്ച് വളരെ മോശമായിട്ട്, ഞാനറിയാതെ നീ ഇതിനകത്ത് വരാൻ ഇതായോ, നീ അത്ര അതെ, അതിലൊരു ധാർഷ്ട്യമുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ ഒളിച്ചു കിടത്തുന്ന ഒരു പവർ സ്ട്രക്ചർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അതും ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ മുകേഷ് തന്നെ പറഞ്ഞു പവർ ഗ്രൂപ്പ് ഇല്ലാന്ന്. എന്നിട്ട് ആ നടിയോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ അറിയാതെ നീ അമ്മയെ കേറുമോ, അങ്ങനെ സിനിമയെ കേറുമോ എന്നാ ചോദിച്ചത്. അതെ, ഞാൻ അറിയാതെ അമ്മ സംഘടനയിൽ നീ വരുമോ. പവർ ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ആളാണല്ലോ അപ്പൊ മുകേഷ്. അതെ. അതേപോലെ തന്നെ ഈ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടൊരു വാർത്തയാണ് ഇന്നലെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് അമ്മ കമ്മിറ്റി ഭയങ്കരമായിട്ട് പിരിച്ചുവിട്ടു. 17 അംഗങ്ങളടക്കം നമ്മുടെ അതെ അമ്മയുടെ പ്രസിഡന്റ് അടക്കം രാജിവെച്ച്, എന്താ പറയാ, ഒരു തരത്തിൽ പറഞ്ഞാൽ എസ്കേപ്പിസം ആവാം, അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് അവർ പറയുന്ന പോലെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോകുന്നതാകാം. എന്നിരുന്നാൽ അവർ പോയത്. അപ്പോൾ അതിനെതിരെയും അമ്മയിൽ 2 ചേരിപ്പോരുകളുണ്ട്, 2 പക്ഷമുണ്ടെന്നുള്ള വാർത്തകളും ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഇടം പിടിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. അതിൽ പറയുന്നത് സരയു, അനന്യ അടക്കമുള്ള നടികൾക്ക് അമ്മ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു ക്രൈസിസിന് സമയത്ത് പിരിച്ചുവിടുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന അധികായനായ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാമെന്നുള്ള അഭിപ്രായത്തിനോട് എല്ലാവരും യോജിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് കുറച്ചധികം ചർച്ച നടത്തിയ ശേഷമാണ് മമ്മൂട്ടിയുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയെന്നാണ് പറയുന്നത്. അവരെ രണ്ടുപേരെയും വെച്ച് ഭയങ്കര ട്രോള് എന്നായിരുന്നു. കാരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങള്. എന്താണ് ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത്? കാരണം നമ്മൾ ആരാധിച്ചിരുന്ന മനുഷ്യരാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സിനിമകളിലൊക്കെ ഓരോ ഡയലോഗ് പറയുമ്പോ രോമാഞ്ചമൊക്കെ വന്ന മനുഷ്യരാണ്. അതില് സിനിമ സ്റ്റൈലിൽ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. അതെ. അവര് സിനിമയിൽ കാണിച്ച ആർജവും ധൈര്യവും ഈ വിഷയത്തിലും കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടായിരിക്കും ആളുകൾ കൂടുതൽ ഡിസപ്പോയിന്റ് ആയത് എന്ന് പറയുന്നത്.
അപ്പം കൂട്ടരാജി അതുമായി ഉയർന്നു വരുന്ന വളരെ വ്യക്തമായിട്ടുള്ളതും അതേപോലെ തന്നെ ധൈര്യസമേതം ആളുകൾ മുൻപോട്ട് വരുന്നു അവർ നേരിട്ട പ്രശ്നങ്ങളെ പറ്റി എന്നുള്ളത് തന്നെയാണ് ഹേമ കമ്മിറ്റിയുടെ ഹേമ കമ്മിറ്റി തുറന്നുവിട്ട പുതിയ ഭൂതം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. നമ്മളാണെങ്കിൽ പോലും നോക്കിയതാണ് മോഹൻലാൽ എന്ത് പറയും പിന്നെ മാധ്യമപ്രവർത്തനെല്ലാം, പക്ഷെ പെട്ടെന്നൊരിതില് പ്രധാന വാർത്ത വന്ന് രാജിവെച്ചു എന്ന് 17 അംഗങ്ങള്. അതെ, അപ്പം ഈ കൂട്ടരാജി എന്ന് പറയുമ്പോ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. കൂട്ടരാജിയിലും കൂട്ടഭിന്നത. ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ എന്നിവർ രാജിവെച്ചിട്ടില്ല എന്നൊരു ഇതും കൂടെ പറയുന്നുണ്ട്. അതായത് താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയിലും ഭിന്നതയുണ്ട്. സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന വിഷയത്തിൽ നിന്നും സംഘടന ഒളിച്ചോടിയെന്ന് കൂട്ടരാജിയെ എതിർക്കുന്നവർ ഉന്നയിച്ചു. പ്രധാന ആരോപണം എല്ലാവരും രാജിവെച്ചത് എടുത്തുചാട്ടമായി പോയെന്നും കുറ്റാരോപിതർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും അംഗങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ടായിരുന്നു. കൂടുതൽ താരങ്ങൾക്കെതിരെ പരാതി ഉയരുമ്പോൾ മുതിർന്ന താരങ്ങളടക്കമുള്ളവർ മൗനം സിനിമാ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതെന്നാണ് അഭിപ്രായം. അതായത് നമ്മളിങ്ങനെ പരാതികൾ വരുന്നത് മുതിർന്ന അവര് ഒരു മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് വലിയ നടന്മാർ ആരും ഇപ്പൊ പ്രതികരിച്ചിട്ടില്ല. തെറ്റോ ശരിയോ വളരെ കുറച്ച് ആളുകളാണ് ശരിയെങ്കിലും തെറ്റെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനെങ്കിലും തയ്യാറായി മുമ്പോട്ട് വരുന്നതെന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. അതെ അതിനകത്ത് ഇപ്പൊ മോഹൻലാലിനൊപ്പം ഔദ്യോഗികമായി രാജിവെച്ചത് 13 പേർ മാത്രമാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. മറ്റേ ബാക്കിയുള്ളവരെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചു. ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ 4 പേരായി. ആ 4 പേരും ഇതുവരെയും രാജിവെച്ചിട്ടില്ല. ഇപ്പോഴും അവർ ഭരണസമിതിയിലുണ്ട്. അറിഞ്ഞു കാണില്ലായിരിക്കും എന്തുവാ നടക്കുന്നതെന്നുള്ളത്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മൗനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം മൗനം ഒരു തരത്തിൽ പറയുന്നത് ഒരു കോംപ്രമൈസ് ആണ്. നമ്മുടെ തന്നെ ഇതിൽ പറയുന്ന പോലെ സൈലൻസ് ഈസ് കോംപ്രമൈസ്. മിണ്ടാതിരിക്കുന്നതും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നതിനൊക്കെ തുല്യമാണെന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം. അമ്മയിൽ അംഗത്വം എടുക്കാത്ത ഒരു യുവനടി ഇതിനെതിരെ നല്ല ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. യുവനടി നമ്മുടെ ഐശ്വര്യലക്ഷ്മിയാണ്. ഇന്നലെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നായിരുന്നു. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ പ്രതികളായവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണമെന്ന് നടി ഐശ്വര്യലക്ഷ്മി. സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന് പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിൽ എത്തണമെന്നും തീരുമാനമെടുക്കുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു. അതായത് ഇപ്പൊ ഐശ്വര്യലക്ഷ്മി അത്യാവശ്യം നല്ല ക്യാരക്ടറുകൾ എടുത്ത് മലയാള സിനിമയിൽ ഇപ്പൊ തുടങ്ങി നിൽക്കുന്ന യുവനടിമാരിൽ ഒരാളാണ്. മലയാള സിനിമ എന്ന് മാത്രമല്ല തമിഴ്, തെലുങ്ക് പോലുള്ള എല്ലാ സിനിമകളിലും ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ശക്തമായ നിലപാടിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്ര നല്ലൊരു സ്റ്റാർഡം കിട്ടിയിട്ടും അമ്മ പോലുള്ള ഒരു സംഘടനയിൽ ഇതുവരെ ചേർന്നിട്ടില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉയർന്നു വന്നതാണ്. അതിന്റെ ഒപ്പം കൂട്ടി വായിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ മാത്രം തോന്നലായിരിക്കും, അപ്പൊ ആരും അങ്ങനെ ഒഫൻഡഡ് ആവണ്ട. അപ്പം ഈ ഷൈനികം ആദ്യം അമ്മയില് അംഗത്വം എടുക്കാതിരുന്ന സമയത്ത് വേണ്ടല്ലേ, അപ്പൊ അതും ഒരു ഇതൊക്കെ ആയിരുന്നല്ലോ. അതെ, അപ്പം അത് ഓക്കെ, അങ്ങനെയല്ല പറഞ്ഞു. അങ്ങനെ അംഗത്വം എടുക്കാത്ത അംഗങ്ങളും സിനിമാക്കാരും ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞോളൂ. പക്ഷെ പുള്ളി പിന്നീട് എടുക്കുകയൊക്കെ ചെയ്തിട്ടോ. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതെ, ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ കൂടെ വായിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ മുകേഷ് നടൻ മാത്രമല്ല, ഒരു മന്ത്രി കൂടിയാണ്, ഒരു സർക്കാരിന്റെ അനുഭാവി കൂടിയാണ്. മന്ത്രി എന്ന് പറയുമ്പോ ലൈക് സിനിമാക്കാരനേക്കാൾ ഏറെ മന്ത്രി എന്ന് പറയുമ്പോ ജനങ്ങളുടെ പ്രതിനിധിയാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു സർക്കാരിലും ഈ ഒരു ഹേമ കമ്മിറ്റി അഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്നത്. മുകേഷ് രാജിവെക്കണമെന്ന് PP കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് പേര്, മുകേഷിന്റെ രാജി തീരുമാനിക്കേണ്ടത് CPM, അങ്ങനെ നിരവധി CPM പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ LDFകാർക്കെതിരെ അങ്ങനെയുള്ള ഒരു സർക്കാർ വൈസ് ആയിട്ടും അതായത് ഒരു രാഷ്ട്രീയപരമായിട്ടും ഹേമ കമ്മിറ്റി മുന്നേറുന്നുണ്ട്. ഇനി ഹേമ കമ്മിറ്റി മുന്നേറുക എന്നല്ല, അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ സുരേഷ് ഗോപിക്കും ഗണേഷ് കുമാറിനുമെതിരെ നിരവധി പരാതികൾ ഇപ്പൊ ഉയർന്നിട്ടുണ്ട്. രണ്ടുപേരുടെയും രാജി വേണമെന്ന് പറഞ്ഞ പ്രതിപക്ഷമൊക്കെ ഭയങ്കര ബഹളം കൂട്ടുകയാണ്. മുകേഷിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതെ, ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ കേരളം ഒട്ടാകെ ഉണ്ടെന്നാണ് ഇന്നലത്തെ ന്യൂസിൽ അറിയാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ സുരേഷ് ഗോപി സാറിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ കൂട്ടി യോജിപ്പേണ്ട 2 പത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് BJP നേതൃത്വം സുരേഷ് ഗോപിയുടെ ഷോ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 2 വിഷയമുണ്ട്. ഇതിന് മുൻപൊരു വിഷയം ഉണ്ടായിരുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട്
ഉണ്ടായിട്ടുള്ള ഒരു കോറൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ രണ്ടാമത്തെ ഇത്തരത്തിലൊരു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്ന അതെ മാധ്യമ പ്രവർത്തകരോട് പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പാർലമെന്റിലെ കാര്യങ്ങൾ ചോദിക്കുക. ഞാൻ അമ്മ സംഘടനയിൽ നിന്ന് വരുമ്പോ അമ്മ സംഘടനയിലെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അതിനെതിരെയും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നതെന്ന് പറയാതെ വയ്യ. സമൂഹത്തിന്റെ ഇടയിൽ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാളുടെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായതായിരുന്നു. അത് എന്തിന്റെ പേരിലും ന്യായീകരിക്കപ്പെട്ടാലും അതൊരു പ്രശ്നമാണെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ കേട്ടിരുന്നു. അതെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ BJP നേതൃത്വം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഷോ വേണ്ട എന്നാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരുമല്ല, അതെ 2 പത്രങ്ങൾ ഈ വിഷയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദേശാഭിമാനി അത് അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട, ദേശാഭിമാനി ആയതുകൊണ്ട് പറഞ്ഞു എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അപ്പോ 2 നേതൃത്വത്തിലും ചെറിയ ഒരു പ്രശ്നം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വായിച്ചിരുന്നു. അപ്പം പറഞ്ഞു വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ തള്ളുകയും അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കുറച്ച് റൂഡായിട്ടൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ മോശമായിട്ടെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ BJPയുടേതായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നൊരു രീതിയിലാണ് അത് വരുന്നത്. ഇപ്പൊ രണ്ട് സിനിമാക്കാരെ കൊണ്ട് BJP ചെറുതായിട്ട് പെട്ടിട്ടുണ്ടോന്ന് സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. ഒന്ന് നമ്മുടെ കങ്കണ റണാവത്ത്. കങ്കണ റണാവത്തിന്റെയും അതെ കങ്കണ റണാവത്തിന്റെ ഇതേപോലത്തെ ഒരു പരാമർശം ഭയങ്കര ഇതായിരുന്നു. അത് കർഷക സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിരുന്നു. കേരളത്തിൽ 50% ആൾക്കാരെ ഉപജീവനമായി കണ്ടെത്തിയിരിക്കുന്ന കൃഷിയാണെന്നും കൂടെ അതെ 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 താരം ഓർത്താൽ നല്ലത്. അതെ അതെ വേറൊരു പ്രധാനപ്പെട്ട വാർത്ത, കൃഷ്ണപ്രസാദ് ചേട്ടാ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ? ഞങ്ങൾ ചേട്ടന്റെ കൂട്ടുകാരല്ലേ, ഞങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? എന്താ പറഞ്ഞേ? ചേട്ടൻ എന്തോ പറഞ്ഞു, എനിക്ക് വായിക്കാൻ മനസ്സിലായി. തെളിച്ചു പറയും. ഓ കുഴപ്പമില്ല, ചേട്ടൻ ഇട്ടോ. കാരണം 5 കമന്റ് 3 കമന്റും ചേട്ടനായിരുന്നു. അതെ സന്തോഷം മാത്രം. അതെ ചേട്ടനുള്ളൂ. പിന്നെ ഒരു ഹായ്. അതെ അതെ. അപ്പൊ അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിലാണ്, അതായത് പല അഭിപ്രായങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഇതെല്ലാം കൊണ്ടായിരിക്കാം BJP നേതൃത്വം ഇത്തരത്തിലൊരു അഭിപ്രായത്തിലേക്ക് വരുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം ഇദ്ദേഹവും മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഇദ്ദേഹത്തിനെതിരെയും കേസ് വരും എന്നുള്ള രീതിയിൽ. അതെ, കേസ് വരുന്ന കൊടുക്കുന്നു, കേസ് വരുന്ന കൊടുക്കുന്നു, ഇങ്ങോട്ട് മേടിക്കുന്നു, അങ്ങോട്ട് കാണിക്കുന്നു. അത് തന്നെയാണ് ഒരു കാര്യം. പത്രക്കാർ എഴുതിയ ഒരു ഇതാണ് ഞങ്ങള്. അതെ, പത്രക്കാർ എഴുതിയതാണ്, ഞങ്ങൾ എഴുതിയതല്ലേ. നീ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്, അണ്ണാക്കിലേക്ക് കോലം കൊണ്ട് ചെന്നാൽ പിന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അണ്ണാക്കിലേക്ക് കോലം കൊണ്ട് ചെല്ലുന്നത് അണ്ണാക്കിൽ നിന്നും മൊഴികൾ വരേണ്ടത് ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു ജോലിയാണ്. അവരെന്ത് പറയും അമ്മ സംഘടനയെ പറ്റി? ജനപ്രതിനിധിയിൽ നിന്ന് ഉത്തരം നൽകേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരമാണ് നൽകേണ്ടത്. അത് സാമൂഹ്യ മാധ്യമ സിനിമാ പ്രവർത്തകർ തന്നെയാണ് അതിന്റെ ഉത്തരങ്ങൾ നേടിച്ചെടുക്കേണ്ടത്. ഞങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് അവരുടെ ഇത് സ്റ്റേറ്റ്മെന്റ് എത്തിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാനായിട്ട് ഒരു കാര്യമില്ല. ഇതിനായിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഒരു ജനപ്രതിനിധി ആകാൻ, അല്ലാതെ ആവശ്യമില്ല അല്ലേ? ഇതൊക്കെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. ഒരു MLA, മന്ത്രി ആരാണെങ്കിലും. അതെ, അതേപോലെ തന്നെ മുകേഷ്, സിദ്ദിഖ്, രഞ്ജിത്ത് തുടങ്ങിയ പേരിനൊപ്പം പുതിയ പേരല്ല എന്നാൽ പോലും യുവനടനെതിരെ പരാതിയുമായി നടിയെത്തിയിട്ടുണ്ട്. യുവനടൻ. ഇപ്പോഴത്തെ യുവനടനാണോ? ഇപ്പോഴത്തെ യുവനടൻ ആയിരിക്കുമല്ലോ. 90-ലെ യുവനടന്മാരൊക്കെ ഇപ്പൊ 2011 യുവനടനെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. അതാ ഞങ്ങൾ ചോദിച്ചേ. തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് യുവനടനെതിരെയുള്ള പരാതിയിൽ നടിയിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ G. പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്റെ എന്നിവരാണ് പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. ഇന്നും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ആരാ ഇന്ന്
സൂക്ഷിച്ചു നോക്കുന്ന മലയാള ജനതയാണോ ഇന്നിവിടെ വളർന്നത്? ഇതിന്റെ ഒപ്പം കൂടുതൽ പറഞ്ഞേക്കുന്നതാണ്, സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പുറത്തു വരുന്ന പുരുഷന്മാരെല്ലാം ഇത്തരത്തിലുള്ള കമന്റുകൾ പറയുന്നതെന്ന്. അപ്പം സോണിയ മൽഹാർ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ രൂക്ഷ വിമർശനം നടത്തിയിട്ടുള്ള സ്ത്രീ പറഞ്ഞത് ഇങ്ങനെ പരാതി നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല എന്നാണ്. അതിന്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു പരാമർശവുമായ ഒരു സ്ത്രീ മുൻപോട്ട് വരുമ്പോൾ കുടുംബത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നേരിടുന്നുണ്ട്. അതിനെപ്പറ്റിയും കഴിഞ്ഞ ദിവസം ഏതൊരു ഇത്തരത്തിൽ അക്യൂസിഷൻ നടത്തിയ ഒരു ലേഡി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള സാമൂഹികവും അല്ലെങ്കിൽ കുടുംബപരവും ഒക്കെ ആയിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് തന്നെയാണ് ആളുകൾക്ക് ശബ്ദം ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ അതിന്റെ ഒപ്പം ഉണ്ട്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം കവറായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് ഇതൊക്കെ തന്നെയാണ്. കേസുകൾ എടുക്കപ്പെടുന്നു. ഇപ്പോഴും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട്. മണിയം മുല്ലരാജുവിനെതിരെയും പിന്നെ മുകേഷിനെതിരെയും പിന്നെ ജയസൂര്യക്കെതിരെയും കേസെടുത്തു എന്നുള്ള. അതെ അതെ. അപ്പം അതൊക്കെ ഒരു കാര്യമാണ്. അപ്പം മെയിനായിട്ടും നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ കാര്യങ്ങൾ അതായിരുന്നു. ഇനി അടുത്ത വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? അതായത് അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ്, രാജ്യത്തെ സമകാലിക അവസ്ഥയിൽ സ്ത്രീ സുരക്ഷിതയല്ല, രാജ്യം ഉണരേണ്ട സമയമായി. കൊൽക്കത്ത സംഭവം ഭയാനകം, സമൂഹത്തിനൊന്നാകെ മറവി രോഗം ഉചിതമല്ല, ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അറിയിച്ചതാണ്. എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട്, അതായത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റിനോട് ഭയങ്കര സഹതാപം മാത്രമാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞിട്ട് എല്ലാം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എന്താണ് കാര്യം? അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുമല്ലേ? രാജ്യം ഉണരേണ്ട സമയമായി, അത് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എന്നിരുന്നാലും വളരെ വ്യക്തമായിട്ട് ദ്രൗപദി മാം പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് കൂടുന്നത്. ആരുടെയും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഹൃദയഭേദകമായിട്ടുള്ളത് പല വാർത്തകളും നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം വരുമ്പോൾ മാത്രം കേസുകൾ എടുക്കുന്ന ഒരു അവസ്ഥയെ കാണുന്നുണ്ട്. ഈ കൊൽക്കത്തയിലെ വിഷയം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്താണ് പ്രസിഡന്റ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതിനകത്തൊരു കുറിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ഫാദർ പറയുന്ന ഒരു സാധനത്തിനെ പറ്റിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഈ മകളെ കാണാൻ ഒരു അച്ഛൻ വന്നു കഴിയുമ്പോൾ അവർ കാണുന്നത് വസ്ത്രം അലങ്കോലപ്പെട്ട് സ്വന്തം കണ്ണടയുടെ ചില്ല് കണ്ണിൽ തുളച്ചു കയറി, അതെ, ഇടിപ്പല്ല് തകർന്ന് കിടക്കുന്ന മകളെയാണ്. ഏത് പിതാവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് വായിക്കുന്ന ഏതെങ്കിലും മനുഷ്യർക്ക് ഹൃദയം വേദനയില്ലാതെ ഇത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ളതും എനിക്ക് തോന്നുന്നു അത്രമാത്രം സപ്പോർട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ കുറച്ചധികം സപ്പോർട്ട് കിട്ടും ഇത്രമാത്രം ഇത് വിഷയമാവുന്നു. പക്ഷെ ഇത്രമാത്രം വിഷയമാകാത്ത എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കൂട്ടബലാത്സംഗങ്ങളുടെ, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ഒക്കെ വാർത്തകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് തന്നെ പറയുന്ന ഒരു കാരണം ഉണ്ടെങ്കിൽ സ്ത്രീകളെ ദേവതകളായിട്ട് ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ദൈനംദിന പെരുമാറ്റത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല. ദൈവമായിട്ടോ അല്ലെങ്കിൽ ദൈവതയായിട്ടോ ഒന്നും കണക്കാക്കണ്ട, മനുഷ്യരായിട്ടെങ്കിലും കണക്കാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് നിർഭയ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ 12 വർഷമായിട്ടുണ്ട്. ആ വർഷത്തിന് ശേഷവും എണ്ണമറ്റ ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ക്രൂരമായത്, വേദന മനസ്സുലച്ച് കളയുന്ന പോലത്തെ വിഷയങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോ എന്തായാലും മാഡത്തിന്റെ നമ്മുടെ പ്രസിഡന്റിന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ വളരെയധികം ജനങ്ങൾക്ക് ഒരു സഹായകരമായിട്ടുള്ള വാക്കുകളാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലേറ്റ് ആയി പോയിട്ടുണ്ട്, വളരെയധികം ലേറ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ലേറ്റ് ആയി പോകുന്ന ഓരോ ദിവസവും അതുപോലെയുള്ള ക്രൈംസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യുപിയിൽ പോലീസിനെതിരെ നഗ്നനായി പ്രസവിച്ച അതിജീവത, അതെ അതെ, ആത്മഹത്യക്ക് ഒതുക്കാൻ ശ്രമം, അതെ അതെ അതെ, യുപിയിലെ ദളിത് പെൺകുട്ടികളുടെ മരണം. അതെ, ഈ കേസുകളൊക്കെ അതിനകത്ത് ശ്രീകൃഷ്ണജയന്തിക്ക് പോയ 2 പെൺകുട്ടികളാ. അപ്പൊ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തി, മരത്തില് എടുത്തോക്കി. ഇതിൽ കൂടുതലും തെളിവുകൾ അഭാവത്തിൽ നിങ്ങൾ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നീചമായ പ്രവൃത്തിയായിരിക്കും. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. 2 കേസും യുപിയിലാണ്, ഉത്തർപ്രദേശ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രതിഷേധിക്കുക. അതായത് കേസ് വേണ്ട രീതിയിൽ പോകാത്തത് കൊണ്ട്
വീണ്ടും ആ കേസിൽ പെട്ട ആളുകൾക്ക് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത്, ഞാൻ പണ്ടൊരു ബുക്കിൽ എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ദ്രൗപദി ഇല്ലേ, മറ്റേ മഹാഭാരതത്തിലെ ദ്രൗപദി. അപ്പം ദ്രൗപദി അതൊരു വേറൊരു ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പം ഒരു കലാപവും ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവരിങ്ങനെ പറയുന്ന ഒരു സീനാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അപ്പം അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച് അത്രയും വേദന, അവരെ ബലാത്സംഗം ചെയ്യപ്പെടും. അപ്പൊ അവരിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു വേണ്ടിട്ട് പറയുന്നുണ്ട്, ഇനിയും ഉപദ്രവിക്കുക, പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രമാത്രം പ്രശ്നമില്ല എന്നല്ല, അത് പ്രശ്നത്തിന്റെ അല്ല അതിനകത്ത് വരുന്നത്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായില്ലേ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ എത്രമാത്രം നമ്മൾ പ്രതിഷേധിക്കുന്നു, പറയുന്നു കേസ് കൊടുക്കുന്നില്ല, അതില്ല ഇതില്ല. പക്ഷെ കേസ് കൊടുക്കുന്ന ആളുകൾക്കും ഇത്തരത്തിൽ പ്രതിഷേധിക്കപ്പെടേണ്ടി വരിക, എത്രയും പ്രതിഷേധിച്ചിട്ടും വേണ്ട രീതിയിൽ നിയമ നടപടികൾ ഉണ്ടാവുന്നില്ല. ഇന്ത്യയെ പോലെ ഏറ്റവും വലിയൊരു സെക്യുലർ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തെന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ്. അപ്പം ദ്രൗപദി മേഡവും അത് തന്നെയാണ്, അത് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് എല്ലാവരും തയ്യാറാവുക, ഞാനും നിങ്ങളും എല്ലാവരും തയ്യാറാവുക. നമ്മുടെ ചുറ്റിയുള്ള സഹജീവികളോട് ഇത്തരത്തിൽ മോശമായ എമ്പതിയോടുകൂടി പെരുമാറുക, നമ്മളെ പോലെ സഹജീവികളാണെന്നുള്ള രീതിയിൽ പെരുമാറുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എന്തിനാണ്? പുറത്താക്കൽ ഭീഷണിയിൽ 70,000 വിദേശ വിദ്യാർത്ഥികൾ. അതെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു. കാനഡയിലെ ചില നിയമങ്ങളിൽ, അതായത് ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമയവും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. കാരണം ഒരുപാട് വിദേശ വിദ്യാർത്ഥികളാണ് ഇപ്പൊ കാനഡ, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അവിടുത്തെ ആളുകളിൽ തൊഴിലില്ലായ്മ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാനഡയിലത്തെ ഒരു വിഷയം എടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഈ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ, അപ്പൊ ഒരു ഹ്രസ്വകാല കോഴ്സുകൾ എടുത്താണ് പലപ്പോഴും ആളുകൾ ചെല്ലുന്നത്. ആ വിദ്യാർത്ഥികളെ തന്നെ അവരെ പുറത്താക്കാന്നല്ല, അവരെ മാറ്റി നിർത്തുന്നവർ, അവരുടെ ആനുകൂല്യങ്ങളെ തകർക്കുന്ന പോലത്തുള്ള നയങ്ങളും നയരൂപീകരണവും ഒക്കെ ആയിട്ട് കാനഡ മുൻപോട്ട് വന്നിരുന്നു. അവിടെയും നമ്മൾ പ്രതിഷേധമായിട്ട് പോയിട്ടുണ്ട്. അതാണ് പറയുന്നത്. പുറത്താക്കൽ ഭീഷണിയിൽ 70,000-ഓളം വിദേശ വിദ്യാർത്ഥികളാണുള്ളത്. ഇവിടുന്ന് ഒരുപാട് ഇന്ത്യക്കാരായിരിക്കും, മലയാളികളായിരിക്കും, കാരണം അതെ അതെ. അപ്പം അതൊരു വലിയൊരു വാർത്തയായിട്ട്, അതൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ചർച്ച ചെയ്യുന്ന വേറൊരു വാർത്തയാണ് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 36 പേരെ DNA ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ മൃതദേഹങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൈമാറും. അതും ഒരു വാർത്തയായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പല മാധ്യമങ്ങളും. വയനാട് ദുരന്തത്തിന് ഒരു മാസമായി നമ്മളൊരു വലിയ ഒരു അപകടം നേരിൽ കണ്ടത്. അതെ അതെ. അപ്പം ഏതൊരു മനുഷ്യരുടെയും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പോലത്തെ ഒരു അവസ്ഥകൾക്കാണ് നമ്മളവിടെ സാക്ഷ്യം വഹിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു വാർത്ത കണ്ടിരുന്നു. അതായത് ഗുജറാത്ത്, നമുക്ക് പ്രളയം ഉണ്ടായപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. പാനിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം പാനിക്കിന്റെ ഒരു അവസ്ഥ. അതായത് എന്താണ് നടക്കാൻ പോകുന്നത്, ഏത് നേരം നമ്മുടെ വീട്ടിലും വെള്ളം വരും എന്നുള്ള രീതിയിൽ ഭയന്ന് 2018 മുതൽ ഇപ്പോ വരെ ഭയക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം എന്ന് ഗുജറാത്തിലും പ്രളയമാണ്. അപ്പോ ഇത്രയും ഗുജറാത്തിൽ ഈ പ്രളയം വന്നിട്ടും അതിനെ പറ്റിയിട്ട് 15 പേരാണ് 3 ദിവസത്തിനകം മരിച്ചത്. അതേപോലെ തന്നെ ഒരു 23,000-ലധികം ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഭക്ഷണവും വെള്ളവും ഇല്ല അവർക്ക്. ഭക്ഷണവും വെള്ളവും ഇല്ല. അതെന്താണ്, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഞങ്ങൾക്ക് പുറത്തു വരാനാകുന്നില്ല, ഭക്ഷണവും വെള്ളവുമില്ല, കിടപ്പ് രോഗിയായ അച്ഛനും കുട്ടികളും അടക്കം പട്ടിണിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ കേരളത്തിലൊരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലായിരുന്നപ്പോ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ട്, വിദ്യാർത്ഥികള്, കുട്ടികള്, യുവാക്കള്, സിനിമാ നടന്മാരെ എല്ലാവരും വളരെ കാര്യഗൗരവത്തോടെ ആ വിഷയത്തിൽ ഇടപെട്ട് ഹാഷ്മിയുടെ ഒരു ഇതിൽ പറയുന്ന പോലെ എണ്ണമറ്റ ജനങ്ങള് ഇടപെടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഗുജറാത്തിലൊരു വെള്ളപ്പൊക്കം, ത്രിപുരയിലും വെള്ളപ്പൊക്കം വന്നിരുന്നു. അപ്പൊ ഗുജറാത്തിലൊരു വെള്ളപ്പൊക്കം വന്നിട്ട്
ജനശ്രദ്ധയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ശ്രദ്ധയോ കിട്ടുന്നില്ല എന്നാണ് പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത് 20 വർഷമായിട്ടും പ്രളയ സമയത്ത് ഈ അവസ്ഥ തന്നെയാണ്. ഭക്ഷണം പോലും ഇല്ലാതെയാണ് ജനങ്ങൾ കഴിയുന്നത്. ഒന്നാമത് വെള്ളം, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, തണുപ്പ്, അതിന്റെ ഒപ്പം തന്നെ ഭക്ഷണം ഇല്ല, മാറ്റി പാർപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വെള്ളമെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒരു 800ഓളം വരുന്ന ഗ്രാമവാസികൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 1000 മീറ്ററോളം നീളമുള്ള പാലം വരെ ഈ ഒരു കാര്യത്തിൽ ഒലിച്ചു പോയിരുന്നു. അപ്പം അതൊക്കെ ഒരു ഈ നമ്മൾ പ്രളയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ വയനാട്ടിലെ അപകടമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇതുകൂടി നമുക്ക് വരുന്നത് നമുക്ക് അത് കൂടുതൽ വേദന തോന്നുന്നു നമ്മൾ അനുഭവിച്ചുകൊണ്ടായിരിക്കാം. അപ്പൊ അതൊരു കാര്യമാണ്. മഴക്കെടുതിയിൽ 16 പേരാണ് അവിടെ മരിച്ചത്. 16 പേര്, 13 പേരെന്ന് ഇതിലുണ്ട്, 16 പേരോളം മരിച്ചല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അത്രയും ആളുകളുടെ മരണം ഉണ്ടായി. ഇപ്പോഴും മഴ ശക്തമാണ് അവിടെ, മഴ ശക്തമാണ്. അപ്പം അതൊരു പ്രധാന വാർത്തയാണ്. രസകരമായ വാർത്ത പറയാം. എന്താണ് രസം? കൊല്ലംകാരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത് കോട്ടയത്ത് വെച്ച്. എന്താണ് രസകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലംകാരായ വിദ്യാർത്ഥികൾ എന്തിനാണ് കോട്ടയത്ത് എത്തിയെന്ന് പറഞ്ഞാൽ കുഴിമന്തി കഴിക്കാൻ. അവിടെ മന്തി കഴിക്കാൻ. കോട്ടയത്താണ് ഏറ്റവും നല്ല മന്തി കിട്ടുന്നത്. എല്ലാരും കോട്ടയത്ത് കുഴിമന്തി കഴിച്ചാൽ. കൊല്ലത്ത് നിന്നും കാണാതായ 14 വയസ്സുകാരായ 3 പേരെ കണ്ടെത്തി കോട്ടയം റെയിൽവേ പോലീസ്. ചൊവ്വാഴ്ച കൊല്ലം അഞ്ചലിൽ നിന്നും 3 വിദ്യാർത്ഥികൾ കുഴിമന്തി കഴിക്കാനായി വീട് വിട്ട് ഇറങ്ങി കോട്ടയത്തെത്തി. മന്തി കഴിക്കാനുള്ള ഒരു ആഗ്രഹം നേടിയെടുത്തു. ഫുഡ് നമ്മളതിനെ റെസ്പെക്ട് ചെയ്യണം. നമ്മള് ഫുഡ് കഴിക്കാൻ അവർ അത്രത്തോളം ത്യാഗം ചെയ്തു. അല്ല, ഇറങ്ങുമ്പോ ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ ഇറങ്ങുക അല്ലേ? അതെ അതെ, വീട്ടിൽ പറഞ്ഞിട്ട് വരിക, വീട്ടുകാരോട് പറയാം. കുഴിമന്തി മേടിച്ചു തരും, വീട്ടിലെത്തില്ല. സൊമാറ്റോ ഓർഡർ ചെയ്തപ്പോ നിങ്ങൾ കോട്ടയം വരെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? കൊച്ചുങ്ങളല്ലേ, അവർക്കൊരു എന്തൂസിയാസം കാണും. അതെ അതെ, മണാലിക്ക് പോകണം പറഞ്ഞ അപ്പൊ ഇറങ്ങണം. എനിക്ക് മണാലിക്ക് പോകണം. അച്ഛനോട് അമ്മയോടൊക്കെ നമ്പൂരിയായിട്ട് ഇറങ്ങണം. അത് പ്രണവ് മോഹൻലാല് 10 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ അല്ലേ മലയും കാണാം. കയ്യില് 10 രൂപ കാണും, ഫോണിലാണെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ സംവിധാനമാണല്ലോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. മോഹൻലാല് 50 രൂപയ്ക്ക് ഏത് മലയാണ് പോയി? അങ്ങനെയല്ല, ഞാനത് കേട്ടത് ഇങ്ങനെയാണ്. ആ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങും, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലൊക്കെ പോയി ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. സത്യമാണോന്ന് അറിയില്ല, ആയിരിക്കും. പക്ഷെ അത് ഒരു ഇത്ര സമയമായി കഴിയുമ്പോഴല്ലേ നമുക്കൊരു മെച്ചൂരിറ്റി വേണ്ടേ? അതൊക്കെ അത്രേ ഉള്ളൂ. വീട്ടിൽ പറയാതെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അടി വാങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ കുട്ടികളുടെ വിഷയമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ചേർത്ത് വെക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യയുടെ നിരക്ക് കൂടുന്നു എന്നാണ് ഇപ്പൊ പഠനങ്ങൾ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നത്? അതായത് രാജ്യത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികൾ വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വരുന്നതാണ് കുട്ടികൾ നാട് വിട്ടു പോകുന്ന സംഭവങ്ങൾ. അപ്പൊ കണക്ട് ചെയ്ത് ജസ്റ്റ് പറഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നു. എന്തായിരിക്കാം? ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ അവർക്ക് എങ്ങനെ തരണം ചെയ്യാം, ഓവർകം ചെയ്യാന്നുള്ളതിന്റെ ഒരു ഐഡിയ ഇല്ല. ഇത് അങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ളൊരു അതിനുള്ളൊരു പ്രാക്ടീസ് അവർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം പ്രാക്ടീസ് കൊടുക്കും. അതായത് ഇപ്പൊ പണ്ട് ഞാൻ ആക്ഷൻ ഹീറോ ബിജു സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അതൊരു ഡയലോഗ് ഉണ്ട്, ടീച്ചർ ബെഞ്ചി കയറ്റി നിർത്തി ഇങ്ങനെ നിർത്തുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അതൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളെ പണ്ട് 2 ടീച്ചർമാർ തല്ലി എന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കര അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ന്യായീകരിക്കല്ലേ ചേച്ചി? തല്ലുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്നത് ഒരു 10 പേരുടെ മുന്നിൽ വെച്ച് ടീച്ചർ വഴക്ക് പറയുമ്പോ നമ്മളത് ചുമ്മാ എന്നൊക്കെ തല്ലി കഴിഞ്ഞാൽ ഓക്കെ വിട്ടു, ചിലപ്പോ 2 കരച്ചിൽ കയറി, എന്നാൽ പോലും നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ മറക്കും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേര് ഈ കൂട്ടുകാരൊക്കെ എന്ത് പറയും, കളിയാക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട്. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഞാൻ അവരെ ഈ ചെറിയ കാര്യത്തിന് ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മളുണ്ട്. റിമോട്ട് കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട ഫോൺ കൊടുത്തില്ല, ഇതിനൊക്കെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനേ സമയം കാണുള്ളൂ. അത് ഭയങ്കര ഓക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറിയ കാര്യത്തിലൊന്നും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടവരല്ല. അതായത് ഇതൊന്നും വലിയ വിഷയങ്ങളല്ല. പിന്നെ വീട്ടിലെ പ്രഷർ അത് മാതാപിതാക്കളുടെ അത് ഒരു 50-50 ആണ് ഞാൻ പറയുന്നത്. ചിലപ്പോ ഒരു 50 എന്ന് പറയുന്ന ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളോളം വന്ന് കാണും. വലിയ കാരണങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ആത്മഹത്യക്ക് കാരണമാകുന്നില്ല. കാരണം എന്ത് വലിയ ഇഷ്യൂ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണും. നമ്മൾ എല്ലാത്തിനും ആത്മഹത്യ ഈ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ
ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലായോ? അതായത് ചെറിയ കാര്യം തൊട്ട് അതെ ചേച്ചി ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത് അതായത് ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ ഉള്ള കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്ത് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ആത്മഹത്യ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ അറിയാത്ത വിദ്യാർത്ഥികളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ വിശദമായിട്ട് വരികയാണെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നു. PGക്ക് പഠിക്കുന്ന ആളുകള് അത് മാത്രല്ല അതാണിപ്പോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ഈ PhDക്ക് എല്ലാം പോകുന്ന ആളുകൾക്ക് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഗൈഡുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന മാനസിക ചൂഷണങ്ങളുണ്ട്. ഇപ്പൊ IIT-യിൽ തന്നെ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അല്ലടാ ഞാൻ അതാ നിന്നോട് പറഞ്ഞേ, ചെറുത് തൊട്ട് വലുത് വരെ ഉണ്ട്. ഈ ചെറുതെന്ന് പറയുന്ന സാധനം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ TV, റിമോട്ട്, ഫോൺ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതിന് മാറ്റി നിർത്തുക. വലിയ കാര്യങ്ങൾ ഉദ്ദേശിച്ച് ഇതുപോലെയാണ് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചവരെ ഒരാളുടെ ഒരു ആധിപത്യം, ഒരു ടീമിന്റെ ആധിപത്യം മൂലം കഷ്ടപ്പെട്ടവരുടെ കഷ്ടപ്പാടിന് വരെ വെക്കാതെ വരുമ്പോഴുള്ള ഒരു ഇതുണ്ട്. ഇതില് ഈ പഠനങ്ങളിൽ പറയുന്നത് ഈ 100 ആത്മഹത്യ ചെയ്യുന്ന 100% പേരിൽ 74% UG വിദ്യാർത്ഥികളും അവർ സാമൂഹികമായി ഒറ്റപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇതിലോട്ട് വരുന്നത്. അത് മാത്രമല്ല, ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാനസിക ആരോഗ്യങ്ങളെ പറ്റിയിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ അറിവില്ലായ്മയും ധാരണക്കുറവും ഇതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വിഷാദ രോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന രോഗം കൊണ്ട് ഒരുപാട് ആളുകൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും വേണ്ട രീതിയിൽ അവരുടെ മാനസിക ആരോഗ്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പം അതൊരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ മാനസിക ആരോഗ്യങ്ങളെ വേണ്ട രീതിയിൽ ഡീൽ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ബോയ്സ് ഒരു വീട്ടിലെ പേരൻസിനോട് എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവർക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഫ്രണ്ട്സിനോടാണെങ്കിൽ ഞാൻ ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കളിയാക്കും പറയുന്ന പോലെ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വിചാരിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. പക്ഷെ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് കുട്ടികളായിട്ടുള്ള UG, PG, MBBS ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പല ആളുകൾക്കും സുഹൃത്തുക്കൾ പോലും ഇല്ലാത്ത ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു ആത്മഹത്യ ടെൻഡൻസി കൂടുന്നതായിട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും അതേപോലെ തന്നെ മാനസിക ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ആത്മഹത്യ നിരക്കുകൾ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇതിൽ വരുന്നത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള സാധാരണക്കാരായ എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 13 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് വലിയത് വരെ എത്തുമ്പോൾ 21 വയസ്സുള്ള വിദ്യാർത്ഥികൾ വരെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് നമ്മൾ ഇനിയും മനസ്സിലാക്കണം. ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും പരാതികൾ പറയുന്നുണ്ടെങ്കിൽ, എത്ര ചെറിയ പരാതിയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ മേബി ഈ നേരത്തെ പറഞ്ഞ പോലെ ട്രോമാസ് അതൊക്കെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വിദ്യാർത്ഥികളെ ആണെങ്കിൽ. ചെറുപ്പത്തിൽ നടക്കുന്ന ട്രോമാസ് ആയിരിക്കും വലുതായിട്ട് വരുമ്പോ ചെറിയ പുള്ളികളെ കഴിച്ച് ചെറിയ കുട്ടികളൊക്കെ കളിയാക്കുന്നവരെ ട്രോമ ആയിട്ട് വരുന്ന ഒരു. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ആളുകൾ പറയുന്നത് നേരത്തിന്റെ പേര് കളിയാക്കരുത്, ഇതിന്റെ പേര് കളിയാക്കരുതെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഭയങ്കര സിമ്പിൾ ഉണ്ട്, പിള്ളേരുടെ ഇടയിലാണെങ്കിലും ഉണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ഇല്ല. സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും. പക്ഷെ ഒരു പരിധി വരെ ചില സമയത്ത് നല്ല കളിയാക്കലുകൾ ചിലപ്പോ നമ്മളെ ധൈര്യമാരും ആക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരി, നമ്മളെ ടീച്ചർ തല്ലി, അതിന് 2 കളിയാക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചർമാര് തല്ലി എല്ലാ കുട്ടികളെ നേരാക്കണ്ടെന്നാണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. നിരവധി പേര് പറയുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ 2%, 4% ഒക്കെ വർധനമാണ് ആളുകളുടെ ആത്മഹത്യ. അപ്പൊ മാനസിക ആരോഗ്യം അത്രമാത്രം ഫക്ഡപ്പ് ആയിട്ടുള്ളതെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി ആയിരിക്കാം ഇത്. അപ്പൊ മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ PG, UG, PhD ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് ഇത് കാണുന്നത്. NIT അതുപോലെ IIT-യിലൊക്കെ ഉള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രെസ് കൊണ്ട് പഠനം നിർത്തിയവരെയൊക്കെ പേഴ്സണലി അറിയാവുന്നവരുണ്ട്. കാരണം അതെ. അപ്പം പിന്നെ അവർ അത്രയും കാലം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അല്ല ആത്മഹത്യ പരിഹാരമാണെന്നല്ല പറഞ്ഞത്, ആ പ്രശ്നത്തിന്റെ തീവ്രതയെ പറ്റിയാണ് പറയുന്നത്. പ്രശ്നത്തിനുള്ള പരിഹാരം
കാണാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതെ അതെ, നിങ്ങളെന്ന് പറയുന്നത് ആരോടാണ്? വീട്ടിലുള്ള പ്രശ്നം നേരിടുന്ന നിരവധി പേർ അവിടെ ഉണ്ടല്ലോ. അവര് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തും നേടിയെടുക്കാം. ഓക്കെ, നേടിയെടുക്കാൻ സാധിക്കും. പുച്ഛിക്കണ്ട, എല്ലാവർക്കും സാധിക്കും. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രം മതി. സാധിക്കും. അടുത്ത വാർത്തയിലോട്ട് പോന്നോളൂ. മറ്റ് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? അതെ, നമ്മുടെ നാട് നന്നാകാൻ തുടങ്ങി, അതുകൊണ്ട് വാർത്തകളൊക്കെ കുറവായി. പിന്നെ അതേപോലെ തന്നെ ഒരു കുറച്ച് സമാധാനം തരുന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയുന്നു. അതെ അതെ. അപ്പൊ ഇന്നത് പറയുന്നത് അനുകൂലമായ കാലാവസ്ഥ സാഹചര്യങ്ങളും താപ വ്യതിയാനങ്ങളുമാണ് വായു മലിനീകരണം ചെറിയ തോതിലെങ്കിലും കുറയാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വെരി ഗുഡ്. അതെ. പക്ഷേ 2 മാസം മുമ്പ് വരെ ടൂറിസ്റ്റ് പ്ലേസ് ആയ, അതായത് റിമോട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയ മണാലി, അവിടെ 10% വായു മലിനീകരണം കൂടി എന്നൊരു റിപ്പോർട്ട്. അത് ഇതെന്താന്നറിയോ, നമ്മളെല്ലാരും എന്തേലും പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് മണാലിക്ക് വിടുന്നു എല്ലാവരും. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഫുൾ എല്ലാ കുളു മണാലി എന്നും പറഞ്ഞ് ഓടി പോവല്ലേ. ഞാനും പോകും. നീയൊക്കെ ചെന്നാൽ തന്നെ അവിടെ മലിനീകരണം കൂടിക്കോളും. താങ്ക് യു. അത് നമ്മുടെ മലയാളികളൊന്നും മാറി ചിന്തിക്കേണ്ട സമയമായി. ഇപ്പൊ തന്നെയാണെങ്കിൽ വാഗമണ്ണി നീലക്കുറിഞ്ഞി പൂത്തു എന്നും പറഞ്ഞ് ഓടി അങ്ങ് പോയി ചെടി മുഴുവൻ പറിച്ചെടുത്തിട്ട് തിരിച്ചു ടീമുകളാണ് നമ്മൾ. അത് മാത്രല്ല, അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആളുകളുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമായിരിക്കും. അവിടെ ചെന്ന് ഈ ലേസിന്റെ പാക്കറ്റ് ഇടുക, അല്ലെങ്കിൽ കുപ്പികൾ ഇടുക, മദ്യവെച്ചിട്ടുള്ള കുപ്പികൾ വലിച്ചെറിയുക. ഇവിടെ ഇപ്പൊ വരുന്നിടത്ത് ആമ്പൽപ്പൂ വിരിഞ്ഞ ഒരു പാടമുണ്ട്. ആ പാടത്തിന് തന്നെ 4 ബിയർ ബോട്ടിലിന്റെ കുപ്പി ഞാനിന്ന് കണ്ടു. അത് മാത്രമല്ല, അതിനപ്പുറമുള്ള സാധനങ്ങൾ ഞാൻ കണ്ടു. ഇത് എങ്ങനെ മലിനീകരണമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ ചുറ്റും ഉണ്ട്. എങ്ങനെ മലിനമാക്കാം? ഒരു നല്ല സ്ഥലം കിടക്കുമ്പോ ഇത് കണ്ടിട്ട് എന്തോ എനിക്കൊരു പ്രശ്നം, എന്തെങ്കിലും ഇടാതെ എനിക്ക് ഉറക്കം. അതാണ് മലയാളികൾ ചെറുതായിട്ട് അടിക്കാൻ തോന്നി. അല്ല, അപ്പൊ അതൊരു കാര്യഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കോമഡി എന്ന് പറയുന്നത് അത് നമുക്ക് അവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ഒരു അധ്വാനമാണ്. അത് മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മുടെ ഒരു അഭിമാനം കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മൾ നമ്മുടെ സ്ഥലങ്ങൾ എങ്ങനെയാ നോക്കുന്നത്. നമ്മുടെ വീട്ടിലാരും നമ്മളിങ്ങനെ തുപ്പി വലിച്ചെറിയോ? അപ്പൊ ഇവരൊക്കെ അങ്ങനെയാണ്, നമ്മളൊന്നും അങ്ങനെ, ഞാനൊന്നും അങ്ങനെയല്ല. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ വലിച്ചെറിയുന്ന കുപ്പികളുണ്ട്. അപ്പൊ ഈ കാടുകളിലൊക്കെ പോകുമ്പോ വന്യമൃഗങ്ങൾ നമ്മൾ വലിച്ചെറിയും. ചില ആൾക്ക് രസമാണ് ഈ കുപ്പി പൊട്ടിച്ചിട്ട് ആ ചില്ല് ചേർക്കുന്നത്. അപ്പൊ ഈ പണ്ട് ഞാൻ വായിച്ചാണ്, ഈ ആനകളുടെ ഒക്കെ കാലിൽ ഈ കുപ്പിച്ചില്ലുകൾ കുത്തിക്കേറും. അപ്പൊ ഈ കുപ്പിച്ചില്ലുകൾ കുത്തിക്കേറി കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് ഇത് എടുത്തു കളയാൻ പറ്റത്തില്ല. അതിരുന്ന് വ്രണമായി ആ കാല് മുഴുവൻ പഴുത്ത് അത് ഭയങ്കര വേദനയോടുകൂടിയാണ് ഈ ജീവികൾ മരിക്കുന്നത്. അപ്പം നമ്മൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ കാര്യത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പം മലിനീകരണത്തിൽ നിന്നാണ് നമ്മൾ മലിനീകരണ തോത് കുറഞ്ഞതിൽ നിന്നാണ് നമ്മൾ അങ്ങനെ കുപ്പിയോ അല്ലെങ്കിൽ സാധനങ്ങളോ അത് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ പുതിയ പുതിയ പദ്ധതികളൊക്കെ ഹരിതകർമ്മ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ ബാർബർ ഷോപ്പുകളിലൊക്കെ കൂട്ടിക്കിടക്കുന്ന മുടിയില്ലേ, ആ മുടി ആര് ക്ലീൻ ചെയ്യും? ഹരിതകർമ്മ സേനയ്ക്ക് പറ്റത്തില്ല. അപ്പൊ അവര് കഴിഞ്ഞ ദിവസം അതും ഒരു വാർത്തയായിട്ട് പറയുന്നുണ്ട്. അപ്പം സത്യമല്ലേ, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോകും എവിടെയാ കൊണ്ടുവെക്കണമെന്ന്. ഈ മുടി ഉപയോഗിച്ച് എന്താ ഇപ്പൊ ചെയ്യുന്നവര്? അറിയാമെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും. അത് വെച്ചിട്ട് പുതിയ മുടി ഉണ്ടാക്കാൻ പറ്റുമോ? മിനിമം പുതിയ വിഗ് ഒക്കെ ഉണ്ടാക്കണം. അത് പറയുന്നത്, ആ റിപ്പോർട്ടിൽ പറയുന്നത് ആളുകള് അത് എന്താ പറയാ, ജലാശയങ്ങൾ ഒഴുക്കുകയൊക്കെ ചെയ്യാന്ന്. അതൊക്കെ ചീപ്പാണ്. ഞാനും പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ മുടി മുറിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ തൂത്തിക്കളയണം അങ്ങനെയൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഒരാളുടെ തലയിൽ ഒരു കുഞ്ഞു മുടി പോലാണോ ഈ ബാർബർ ഷോപ്പ്? ഒരു ദിവസം ഭയങ്കരമാണോ ഉണ്ടായിരിക്കും. അതെ അതെ. അപ്പോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ചെറിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളെങ്കിലും സ്ത്രീകളടക്കമുള്ളവർക്ക് ഒരു പക്ഷെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അതായത് സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹ പ്രായം ഉയർത്തിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ്. 21. എത്ര സ്ത്രീകൾ സന്തോഷിക്കും?
എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് എനിക്ക് ആ പ്രായം കഴിഞ്ഞു പോയി, എനിക്കിപ്പോ 2 തവണ 21 എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ഞാനെന്ന സ്ത്രീയെ മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്, എന്നെ പോലുള്ള ഒരുപാട് സ്ത്രീകളെ ഞാൻ വിചാരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോളുക. അത് 21 വയസ്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സത്യമാണ്. അതൊരു ചേച്ചിയുടെ പോയിന്റ് കറക്റ്റ് ആണ്. കാരണം 21 വയസ്സാകുമ്പോൾ 3 വർഷം കൊണ്ട് അവരൊന്ന് ചിന്തിച്ച് പിന്നെ നല്ല ചിന്ത വരും, അങ്ങനെയല്ല. എനിക്ക് നമ്മൾ തന്നെ എടുത്ത് നോക്കും. നമ്മൾ 10, 12 വയസ്സിൽ ചിന്തിച്ച് നമ്മളല്ല നമ്മൾ 14 വയസ്സിലായപ്പോ 14 20 ഇപ്പൊ കോളേജ് പഠിക്കുമ്പോ ഇപ്പൊ വലിയ സംഭവം എന്നായിരിക്കും വിചാരിച്ചേ, നമ്മൾ ഇവിടെ വന്നിരുന്നില്ലേ. അതേപോലെ ഞാനിതേപോലെ നിങ്ങളുടെ 21 വയസ്സിൽ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ അമ്മായിയായി കളിക്കുകയാണല്ലോ, വസന്താവുകയാണല്ലോ. അപ്പൊ ഇത് പറയുന്നത് ഓരോ പ്രായത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ 21 വയസ്സെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രായം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ആ 3 വർഷത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഹിമാചൽ പ്രദേശിലും ഈ ഒരു 2024 കൂടി വിവാഹപ്രായം 18 നിന്ന് 24 ആക്കുന്നത് സ്വാഗതാർഹമാണ്. അപ്പൊ നമ്മൾ ചേർത്ത് വായിക്കുന്ന ചില രാജ്യങ്ങളിൽ 18 വയസ്സെന്നുള്ള വിവാഹപ്രായം 9 ആക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ലോകരാജ്യങ്ങളിലുണ്ട്. 9 മറിച്ച് ഇന്ത്യയില് 21 ആക്കി. ആണുങ്ങളുടെ വിവാഹപ്രായവും പെണ്ണുങ്ങളുടെ വിവാഹപ്രായം 21 ആക്കി. അതെ അങ്ങനെ കൊച്ചല്ലടാ. അതെ കൊച്ചല്ലേടാ, ഒരു കൊച്ചാവാറായി. പിന്നെ ഇന്ന് ദേശീയ കായിക ദിനമാണ്. ഓക്കെ, എല്ലാ കായിക താരങ്ങൾക്കും കായികത്തെ ഇഷ്ടപ്പെടുന്നവർക്കും കായിക ദിനാശംസകൾ. പിന്നെ ഇന്നലത്തെ പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ന് കേരള സൂപ്പർ ലീഗ് തുടങ്ങാൻ പോവുകയാണ്. ഈ വയനാടിന്റെ സഹായം നൽകാൻ സൗഹൃദ മത്സരം ഇന്നാണ്. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മോദിയാൻ സ്പോർട്ടിങ്ങും മുഹമ്മദിയാൻ സ്പോർട്ടിങ്ങും കേരള സൂപ്പർ 11 തമ്മിലാണ് മത്സരം. അപ്പൊ ഇന്ന് ഒരുപാട് എന്തായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം RJന്റെ ടീമാണെങ്കിലും പിന്നെ മിസ്റ്റർ ട്രോളന്റെ ടീമാണെങ്കിലും 2 ടീമും തമ്മിൽ മത്സരമുണ്ട്. ഇപ്പൊ സൗഹൃദ മത്സരം, അതായത് വയനാടിന്റെ ഇതിനു വേണ്ടി. പിന്നെ സൂപ്പർ ഫ്രീ കിക്കിൽ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോയ്ക്ക് 890 ഗോള്. ഇനി ഒരു ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ കരിയറിൽ 900 ഗോളുകളാവും. സൗദി പ്രോ ലീഗിൽ അൽ നാസർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ കിക്കിലൂടെയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ 890 ഗോൾ നേടിയത്. അതെ, മഴവിൽ അഴകിൽ ക്രിസ്ത്യാനോ. അതെ, ഇവിടെ സൂപ്പർ ഫ്രീ കിക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, മറ്റൊരു രസകരമായതാണോ അതോ ഇഷ്ടപ്പെടുന്ന വാർത്തയാണോ എന്നറിയില്ല. കോഹ്ലിയും രോഹിത്തും പാകിസ്ഥാനിൽ കളിക്കണം. അത് മുൻ പാക് താരാടാ, ക്രിക്കറ്റ് താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പാകിസ്ഥാനിൽ കളിക്കണമെന്ന് പാക് മുൻ താരം ക്രമാൻ അക്മൽ. മറ്റെവിടെയും ഇല്ലാത്ത ആരാധകർ പാകിസ്ഥാനിൽ ഇരുവർക്കുമുണ്ടെന്നതാണ് അവർക്ക് അനുഭവിക്കാൻ കഴിയും. കോഹ്ലിയും രോഹിത്തും ജസ്പ്രീത് ബുംറയും പാകിസ്ഥാൻ സന്ദർശനം നടത്തിയാൽ അത് ഓരോ പാക് ആരാധകരിലും ആഴത്തിലുള്ള വികാരം ഉണർത്തുമെന്നും അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ ആ പ്രതിഭകൾക്ക് ആരാധകർ. നമ്മൾ അവിടെ ചെന്ന് കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. സ്നേഹത്തോടെ വിളിച്ചാൽ സ്നേഹത്തോടെ നമ്മൾ ചെല്ലണം. വേറൊരു സങ്കടകരമായ വാർത്ത. ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് ഫുട്ബോൾ താരം മരിച്ചു. ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ ഉഗ്വേറ താരത്തിന് ദാരുണാന്ത്യം. 27-കാരനായ യുവാവ് ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത്. പാവം, ഇന്നലെ കുഴഞ്ഞു വീണ മരിച്ചു. പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹെൽത്ത് നോക്കണം. കാരണം ഓവർ പ്രാക്ടീസ് മേ ബി ഇതുപോലുള്ള ദുരന്തത്തിനും ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. പിന്നെ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. ഇപ്പോൾ ലീഗില് തുടർച്ചയായി 3ാമത്തെ ജയമാണ്. ഇതുപോലെ പോയി കഴിഞ്ഞാൽ കപ്പ് നമ്മുടെ കയ്യില്. അടുത്ത പാരാലിമ്പിക്സ് കൊടിയേറി. ഇന്നലെ ഒളിമ്പിക്സിന്റെ അലയൊലികൾ അടങ്ങും മുമ്പ് പാരീസിൽ പാരാലിമ്പിക്സ് ഒളിമ്പിക്സിന് കൊടിയേറി. ലോകത്തെ ഭിന്നശേഷിക്കാരുടെ ഏറ്റവും വലിയ കായികോത്സവമാണ് പാരാലിമ്പിക്സിന് ഇന്നലെ രാത്രിയോടെ തുടക്കമായത്. അതെ, അതായത് അംഗപരിമിതരായിട്ടുള്ള എന്ന് നമ്മൾ പറയുന്ന ടേം നോക്കിയാണെന്ന് എനിക്കറിയില്ല. അതെ. അപ്പം അവരുടെ ഒളിമ്പിക്സ് ആണ് പാരാഒളിമ്പിക്സ്. അപ്പം അതിന് കൊടിയേറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഒത്തിരി ആളുകള് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ സംഘവുമായാണ് ഇന്ത്യ ഇത്തവണ
പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. 54 പേരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് ഉണ്ടല്ലോ, അതിന് 60 സംതിങ് ആൾക്കാരെ മത്സരിക്കുന്നത്. 16 ഇനങ്ങളിലെ മാത്രമാണ് ഇതെടുത്തത്. ഇക്കുറി സ്വർണത്തിന്റെ എണ്ണം ഇരട്ടയാക്കാനാണ് ഇന്ത്യയുടെ പരിശ്രമം. 12 ഇനങ്ങളിലാണ് ഇന്ത്യ മത്സരിക്കുന്നത്. കൊള്ളാം. ഇന്നലെ അമ്പെയ്ത്ത് മത്സരത്തിലൊക്കെ പരിശീലിക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ ഫോട്ടോ ഒക്കെ ജന്മഭൂമി കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് അത് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ, മേ ബി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. അതായത് കൈയില്ലാതെ കാലുകൊണ്ട് അമ്പെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് അവർ ഇട്ടേക്കുന്നത്. അത് കാണുമ്പോൾ കൈയുള്ള ഞാൻ പോലും ഇതൊരു അമ്പ് കണ്ടിട്ടില്ല. അതെ, ഇത് പിന്നെ ദേശീയ കായിക ദിനമാണ്. പിന്നെ ദേശാഭിമാനി നല്ലൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചേച്ചി ഒന്ന് വായിക്കുക, ഞാൻ വെച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ധനചന്ദിന്റെ ജന്മദിനമായതുകൊണ്ട് ദേശീയ കായിക ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പറ്റിയിട്ടൊരു എന്താ പറയാ, ധ്യാൻചന്ദിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എത്ര മനോഹരമായിട്ടായിരുന്നു അദ്ദേഹം അത് കളിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ലോകത്തിന്റെ നെറുകയിൽ, അതെ ലോകത്തിന്റെ നെറുകയിൽ ഒരു പക്ഷെ നമ്മൾ അറിയാതെ ആണെങ്കിലും പറഞ്ഞു നമ്മുടെ ദേശീയ സ്പോർട്സ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഹോക്കി. പക്ഷെ അത് ശരിയാണോ? ശരിയല്ലത്, കാരണം നമുക്ക് ദേശീയ സ്പോർട്സ് ഇല്ല പറയുന്നത്. അപ്പം എന്നിരുന്നാലും ഹോക്കിയുടെ ഒരു പ്രതാപം, അതായത് ഇന്ത്യയിലല്ലേ ഹോക്കി? അതെ. അപ്പൊ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഹോക്കിയുടെ പ്രാധാന്യം വിളിച്ചറിയിച്ചൊരു മനുഷ്യനാണ് നമ്മുടെ ഈ ധ്യാൻചന്ദ് എന്ന് പറയുന്ന അതികായകൻ. അദ്ദേഹത്തിന്റെ രീതിയെ പറയുന്ന നൃത്തമാടുന്ന പന്തുകൾ എന്നാണ് പറയുന്നത്. വളരെ കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കളിയെ അല്ലെങ്കിൽ അദ്ദേഹം ബോളിനെ ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ പറയുന്നത്. അപ്പം ഇതിനോടൊപ്പം തന്നെ വായിക്കേണ്ട ഹോക്കിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം PR ശ്രീജേഷിന് കൊടുത്തു. ദേശീയ കായിക വേദി ഏർപ്പെടുത്തിയ മികച്ച കായിക താരത്തിനുള്ള പ്രഥമ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ഒളിമ്പ്യൻ ചാമ്പ്യൻ PR ശ്രീജേഷിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ ഹോക്കിനെ ഒന്ന് കൂടുതൽ ഡെവലപ്പ് ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തെ ഓർക്കുന്നതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സ്വീകരണം അത് മോശമായി പോയി. കേരള സർക്കാർ അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞ സ്വീകരണം തിങ്കളാഴ്ച നടക്കാനിരിക്കെ ഞായറാഴ്ച അദ്ദേഹം പ്രോഗ്രാമിന് വേണ്ടി ഏർപ്പെടുത്തിയ സ്ഥലത്തെത്തിയ സമയത്ത് പറയുകയാണ് നാളെ പരിപാടിയില്ല, മാറ്റിവെച്ചു. അദ്ദേഹം കുടുംബസമേതം അവിടെ വന്നിട്ട് അത് ഭയങ്കര മോശമായി. കാരണം മന്ത്രിമാർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് കാരണമാണ് ഈ പരിപാടി മാറ്റിവെച്ചെന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ കാഴ്ച. വേറെ എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് ഞങ്ങളാണ് കൊടുക്കേണ്ടത്, നിങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിന്റെ പേരിൽ അത്രയും വലിയൊരു ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റേറ്റ് ചെയ്ത മെഡലുമായിട്ട് വന്ന അദ്ദേഹത്തെ അവഹേളിച്ചതിന് തുല്യമാണെന്നാണ്. അതെല്ലാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് ഇനിയെങ്കിലും സർക്കാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ നമ്മൾ കുട്ടികളുടെ വാർത്ത പറഞ്ഞു. ഞാനൊരു വാർത്ത മിസ്സായാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെയാണ്, റെയിൽവേയിൽ നിന്ന് അല്ലെങ്കിൽ റെയിൽവേയിൽ ഇത്തരത്തിൽ കുട്ടികൾ ഇപ്പം മദ്രാസിലേക്ക് കടക്കാൻ ശ്രമിച്ച് കുഴിമന്തി കഴിക്കാൻ വേണ്ടി അവർ പോയത്. അപ്പൊ അത്തരത്തിലൊക്കെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അവിടെ ചൈൽഡ് ലൈൻ ഉണ്ട്, അതേപോലെ തന്നെ കാവൽ പ്ലസ് ഇത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളും കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ കരുതിയിട്ട്. അപ്പം റെയിൽവേയിൽ നിന്ന് മാത്രം കണ്ടെടുത്ത് വീട്ടുകാർക്ക് നൽകിയിട്ടുള്ളത് എത്ര കുട്ടികളെയാണ്? 84,119 കുട്ടികളെയാണ് റെയിൽവേ നൽകിയത്. അപ്പൊ റെയിൽവേയുടെ ഒരു നമ്മളെപ്പോഴും പല കാര്യത്തിലും കളിയാക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര അതെ. അത് പറഞ്ഞത് രക്ഷാകർത്താക്കളിൽ നിന്ന് പിണങ്ങി പോന്നവർ, ചതിയിൽപ്പെട്ടവർ, തട്ടിക്കൊണ്ടുപോയവർ, അതേപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവർ, വീട് വിട്ട് ഇറങ്ങിയവർ അടക്കമുള്ള ധാരാളം കുഞ്ഞുങ്ങളെയാണ് അവർക്കൊരു പുതുജീവൻ കൊടുത്തവരെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടത് ഒരുപാട് എന്താ പറയാ റോബറി നടക്കുന്ന ഒരു മേഖലയിലൂടെയാണ് ഈ റെയിൽവേയിൽ. അപ്പൊ അത്രയും ഒരുപാട് കേസുകൾ അവര് നോക്കുകയും അതിനെ കാണുകയും അതിനെ ഡീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം റെയിൽവേ ഒരു സ്വാഗതാർഹമായിട്ടുള്ള നടപടികളാണ് ഈ രണ്ട് കാര്യത്തിലും സ്വീകരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ ഒരു വാർത്ത കൂടി നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം. അത് ഒരു മിടുക്കന്റെ കഥയാണ്. ഒരു മിടുക്കൻ പോലീസ് പിടിയിലായ കഥയാണ്. 11 വർഷം അദ്ദേഹം നമ്മുടെ പോലീസിനെ വെട്ടിച്ച് കഴിയുകയായിരുന്നു. അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. 90 ലക്ഷം രൂപ പറ്റിച്ച് മുങ്ങി കഴിയുകയായിരുന്നു അദ്ദേഹം. അപ്പോ അങ്ങനെ മുങ്ങിക്കഴിയുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ചെറുതായിട്ട് ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ നോക്കിയതാണ്.
പിടിക്കപ്പെട്ടു, ട്രാപ്പായി പുള്ളി. അപ്പൊ പുള്ളി മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള കടബാധ്യതകളൊക്കെ എഴുതി തള്ളണം എന്ന രീതിയിൽ കുടുംബമൊക്കെ കേസ് കൊടുത്തിരിക്കുമ്പോഴാണ് പാവം വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വയ്യാതെ പോയത്. MM ജെയിംസ് എന്ന് പറയുന്ന പഴയ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അദ്ദേഹമാണ് ഈ രീതിയിൽ അറസ്റ്റിലായിട്ടുള്ളത്. 11 വർഷം അറിഞ്ഞു കളിക്കടാന്ന് പറയുന്ന പോലെ അറിഞ്ഞു കളിച്ച ആളാണ്. അപ്പം എന്തോ പാവം പിടിക്കപ്പെട്ടു പോയി. അപ്പം അതൊരു ജയസൂര്യ അമേരിക്കയിലാണുള്ളതെന്ന് ഇപ്പൊ വന്ന പ്രധാന വാർത്ത. അതെന്തിനാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്? അല്ല, ഇപ്പൊ പ്രധാനപ്പെട്ട വാർത്ത അത് പറയണ്ടേ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, കുറ്റം തെളിയിക്കപ്പെട്ട ശിക്ഷ അനുഭവിക്കാൻ റെഡിയാണെന്നും പറഞ്ഞ് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റം എല്ലാവരും തെളിയിക്കട്ടെ. തെളിയിക്കാൻ ഇപ്പോ ഒരു പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ കുറ്റം ചെയ്യാത്തവർ അത് തെളിയിക്കട്ടെ. അതിനുള്ള എല്ലാ നിയമപരിരക്ഷയും അവർക്കും കിട്ടുന്നതാണ്. തെറ്റ് ചെയ്തു എന്നതുപോലെ തന്നെ തെറ്റ് ചെയ്തില്ല എന്ന് തെളിയിക്കാനുള്ള എല്ലാ നിയമപരിരക്ഷയും ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. നല്ല വക്കീലിനെയൊക്കെ വെച്ച്. പിന്നെ ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതെ, അങ്ങനത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം ഇന്നത്തെ നമുക്കൊരു വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ എല്ലാ ദിവസത്തെയും പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ അപ്ഡേറ്റ്സും വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് പാലക്കാട് ഒരു സ്മാർട്ട് സിറ്റി ഒരുങ്ങുകയാണ്. അപ്പം കേരളം കുതിക്കുന്നു, കുതിച്ച് പറക്കട്ടെ. അപ്പൊ അത് പിന്നെ അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇന്ന് 29 വ്യാഴാഴ്ചത്തെ പ്രധാനപ്പെട്ട ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. കായിക ദിനം കൂടിയാണ്. എല്ലാരും കളിക്കാനൊക്കെ ഇറങ്ങുക. അതെ, എല്ലാരും കളിക്കാൻ പോവുക. നമുക്ക് കളിക്കാൻ പറ്റൂടെ? ഇവിടെ ഫ്രണ്ട് നോക്കിയ റബ്ബർ തോട്ടം, ഇപ്പുറം നോക്കിയ റബ്ബർ തോട്ടം. അപ്പൊ നമ്മള് അതെ, മരത്തെപ്പിടുത്തോ ക്യാമറയെപ്പിടുത്തോ ഒക്കെ കളിക്കാം. അപ്പൊ എല്ലാവർക്കും കായിക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. നല്ലൊരു വ്യാഴാഴ്ച നേരുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും, അത് ഓർമ്മപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അപ്പൊ നന്ദി, നമസ്കാരം, നാളെ കാണാം.